ബിന്ദുരതി ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1842 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 48 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള സാർ ഇതിനോടകം അനേകം ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. കുട്ടികളിലെ മാനസിക രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും 1ാം ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇതിലേക്കായി ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. സാറിനെ കോഹോസ്റ്റ് ആക്കാം. സാർ കോഹോസ്റ്റ് ആയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്യാം. കേൾക്കാമോ? കേൾക്കാം സാറേ. ആദ്യമായിട്ട് ഇതിന് അവസരം തന്ന IFPHന്റെ ഭാരവാഹികളോടും ഇതിൻ്റെ മോഡറേറ്റേഴ്സിനോടും അതിൻ്റെ കോർഡിനേറ്റേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇന്നത്തെ വിഷയം കുട്ടികളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോപ്പതി എന്ന് വന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും സാധാരണ ആർക്കാണേലും കുട്ടികൾക്കാണേലും മാനസിക പ്രശ്നം പലതുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം പോകുന്നത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്. ഹോമിയോപ്പതിക്ക് ഇത്ര ഒരു സാധ്യതയുണ്ടെന്ന് പലർക്കും അറിയത്തില്ല. കാരണം ഞാനൊരു 10-15 വർഷം സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയുടെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിമാൻസിൻ്റെ ആദ്യത്തെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവിടെ മാനസിക രോഗത്തിൻ്റെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എങ്ങും കുറയാതെ വരുന്ന പല കേസുകളും നമുക്ക് ഹോമിയോപ്പതി കുറയ്ക്കാൻ പറ്റും. പക്ഷേ പലരും അതിന് ശ്രമിക്കാറില്ല. എല്ലാവരും കൊണ്ട് ഓടുന്നത് അലോപ്പതി ഡോക്ടറെ അടുത്ത്, സൈക്കാട്രിസ്റ്റിൻ്റെ, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ. പക്ഷേ സൈക്കോളജിയും സൈക്കോതെറാപ്പിയും ഒക്കെ ഇതിൻ്റെ കൂടെ ചെയ്താൽ കുറച്ചുകൂടെ കൂടുതൽ റിസൾട്ട് കിട്ടും. പക്ഷേ ഹോമിയോപ്പതിയോടെ റിസൾട്ട് വേറെ ആർക്കും അതിന് റിസൾട്ട് തരാൻ ആർക്കും സാധ്യമല്ല. അതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. അന്നേരം നമുക്ക് ആദ്യം നോക്കാം കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. 1, ശിശുവികസനവും മാനസികാരോഗ്യവും. 2, കുട്ടികളുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. 3, ബുദ്ധിമാന്ദ്യം. 4, ഓട്ടിക് ഡിസോർഡർ. 5, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതായത് ADHD. 6, സ്വഭാവ വൈകല്യങ്ങൾ. 7, പഠന വൈകല്യങ്ങൾ. 8, വൈകാരിക രോഗങ്ങൾ. 9, മാനസിക രോഗങ്ങൾ കുട്ടികളിൽ. 10, കുട്ടികളിൽ കാണപ്പെടുന്ന ചില ദുശീലങ്ങൾ. 11, വിസർജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. 12, മാനസിക പ്രശ്നങ്ങളും ശാരീരിക രോഗങ്ങളും. 13, ശിശുപീഡനം. 14, കുട്ടികളും നിയമസംരക്ഷണവും. 15, കൗമാരകാല പ്രശ്നങ്ങൾ. ഇത്രയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു മുഖപിര, പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ADHD കുറച്ച് ഭാഗം എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അന്നേരം ആദ്യം ശിശുവികസനവും മാനസികാരോഗ്യവും. സമൂഹം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് കൂടുതലുണ്ട്. ഡോക്ടറെ പറഞ്ഞേക്കണേ. പറയാം സാറേ. നോക്കിക്കോണം. എൻ്റെ ചിലപ്പോൾ പറഞ്ഞ് അങ്ങ് സ്പീഡ് കയറിപ്പോകും അറിയാതെ. സമൂഹം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥ ഏറെക്കുറെ തകർന്നു കഴിഞ്ഞു. ഇന്ന് കൂടുതലും അണുകുടുംബങ്ങളാണ്. അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ചെറിയ കുടുംബങ്ങൾ. ജനനിയന്ത്രണം ഇന്ന് പ്രധാനപ്പെട്ട ദേശീയ പദ്ധതിയാണ്. പുതിയ സാമൂഹിക സാഹചര്യങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പല വീടുകളിലും 1-2 കുട്ടികൾ എന്ന സ്ഥിതിയാണുള്ളത്. താല്പര്യമായി ഇപ്പം ലീവ് ടുഗദറൊക്കെ ആയിട്ടുണ്ട് പലയിടത്തും. കുട്ടികളും വേണ്ട, ഒന്നും വേണ്ട. എന്നാലും ഉത്തരവാദിത്തങ്ങളും കുറയും.
തൽഫലമായി കുട്ടികളെക്കുറിച്ചുള്ള ആകാംക്ഷ സമൂഹത്തിൽ വളരെയധികം വളർന്നിരിക്കുന്നു. ചില കുടുംബങ്ങളിൽ കുട്ടികൾ അതിസംരക്ഷണത്താലും അമിത ലാളനത്താലും വീർപ്പുമുട്ടുന്നു. സമൂഹം മത്സരാഷ്ഠിതമായിരിക്കുന്നു. വിദ്യാലയങ്ങൾ മത്സരവേദികളായി മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാലയങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ കുട്ടികൾ വാണിജ്യവൽക്കരിക്കപ്പെടുന്നു. ഓരോ വിദ്യാലയം മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങളെ പുറത്തുവിടാൻ യത്നിക്കുന്നു. 100 മേനി വിളയുന്ന വിദ്യാലയങ്ങളിലേക്ക് മാതാപിതാക്കൾ തിക്കിത്തിരയുന്നു. കോഴ കൊടുക്കുന്നു. പ്രവേശനം കിട്ടണമെങ്കിൽ അമിതമായി വ്യാകുലപ്പെടുന്നു. ഇപ്പം ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട്, അതിനെ കൗൺസിലിംഗ് എന്നും ഒക്കെ പറയും. ഇപ്പൊ പണ്ടൊക്കെ ഈ വലിയ കോഴ്സുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ അതൊക്കെ ഉണ്ട്. അന്നേരം ആദ്യം നോക്കുന്നത് അച്ഛനെ അമ്മയെ ഇന്റർവ്യൂ ചെയ്യും, എന്നിട്ടേ കുട്ടികളെ പോലും നോക്കാറുള്ളൂ. അതുപോലെ ഭയങ്കരമായിട്ടുള്ള നമ്മളൊക്കെ ജീവിതത്തിൽ മുഴുവൻ കൊടുത്ത ഫീസോ ഫസ്റ്റ് ഇയറിൽ തന്നെ ഈ ഒരു നഴ്സറി ചേർക്കുന്ന ഒരു കുട്ടിക്ക് പോലും കൊടുക്കേണ്ടി വരികയാണ്. കുട്ടികളും രക്ഷിതാക്കളും പരീക്ഷാഫലം താരതമ്യം ചെയ്ത് ഉത്കണ്ഠപ്പെടുന്നു. അമിത മത്സരത്തിന്റെ ആന്തരിക സംഘർഷങ്ങൾ പലപ്പോഴും കുട്ടികളെ തളർത്തുന്നു. വിരസമായ പാഠ്യപദ്ധതികളിൽ കുടുങ്ങി ജീവിതം തന്നെ മടുക്കുന്നു. ഇതൊരു വശം. മറ്റൊരു വശത്ത് പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും വിമുക്തമാകാത്ത ഒരു സമൂഹം. സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഇന്നും സഫലമായിട്ടില്ല. പൊതുവിദ്യാഭ്യാസ മേഖല വളരെ തളർന്നിരിക്കുന്നു. സാക്ഷരതയുടെ നിരക്ഷരത പുതിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു. പട്ടിണിയും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും അപകർഷതാബോധവും സൃഷ്ടിക്കുന്നു. ക്രൂരമായ സമൂഹ യാഥാർത്ഥ്യങ്ങൾ കുട്ടികളെ കഠിന ഹൃദയരും കർക്കശരുമാക്കി തീർക്കുന്നു. അനീതി പൂർവകവും നിഷ്ഠൂരവുമായ സമൂഹത്തോടുള്ള വെറുപ്പ് അവരിൽ വളർന്നു വരുന്നു. കുട്ടികളുടെ മാനസിക പ്രത്യേകതകളും ആന്തരിക ആവശ്യങ്ങളും ആരും മനസ്സിലാക്കാതെ പോകുന്നു. ഇതിനിടയ്ക്ക് കൂടുതലും ചില ആഭ്യന്തര ഘടകങ്ങളും, ഇപ്പം ഉദാഹരണത്തിന് നേപ്പാളിൽ ഈയിടെയുണ്ടായി, അതുപോലെ തന്നെ പലയിടത്തും യുദ്ധങ്ങളുണ്ട്. ഇതൊക്കെ ഈ നിരപരാധികളായ കുട്ടികളെ വളരെയധികം അത് സ്വാധീനിക്കുന്നുണ്ട്. ജനിച്ചു വീഴുന്ന ശിശു പൂർണ്ണ പരാശ്രയനാണ്. അങ്ങനെയുള്ള ഒരു ശിശു വളർന്നു വരുമ്പോൾ അത് കിട്ടുന്ന സാഹചര്യങ്ങളും പല സാഹചര്യങ്ങളും അതിൻ്റെ ചില ശൈശവം, ബാല്യവും കൗമാരവും വളർച്ചയുടെ കാലഘട്ടങ്ങളാണ്. നിരവധി വ്യതിയാനങ്ങൾ അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശാരീരിക അവയവങ്ങൾ വളരുന്നു, തൂക്കം വർദ്ധിക്കുന്നു, കൈകളും കാലുകളും പലവിധ വൈദ്യങ്ങൾ നേടുന്നു, പുതിയ അറിവുകൾ ആർജിക്കുന്നു. അങ്ങനെ പുരോഗമനമായ മാറ്റങ്ങളുടെ പാരമ്പര്യങ്ങളിലൂടെയാണ് വളർച്ചയും വികാസവും നടക്കുന്നത്. വികസനം ഒരു ബഹുമുഖ പ്രക്രിയയാണ്. ശാരീരികമായ വളർച്ചയോടൊപ്പം മാനസികവും വൈകാരികവും സാമൂഹികവുമായ വളർച്ചയും കൈവരണം. ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായി ബഹുമുഖം സന്തുലിതമായ വികസന പദ്ധതികളുടെ മാത്രമേ ആരോഗ്യകരമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുകയുള്ളൂ. ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ, എമോഷണൽ ആൻഡ് സോഷ്യൽ എന്നാണ് WHO നിർവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വികസനത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനമായ 2 ഘടകങ്ങളാണ് പാരമ്പര്യവും പരിസരവും. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അച്ഛനമ്മമാരിൽ നിന്ന് പരമ്പരയായി പകർന്നു കിട്ടുന്ന ജൈവപരമായ ഗുണങ്ങളുടെ ആകത്തുകയാണ് പാരമ്പര്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പുരുഷന്റെ ജനനകോശങ്ങളായ ശുക്ലവും സ്ത്രീയുടെ ജനനകോശിയായ അണ്ടാണുവും തമ്മിലുള്ള സംയോജനത്തിലൂടെയാണ് ഭ്രൂണമുണ്ടാകുന്നത്. ശുക്ലാണുവിന്റെ കോശകേന്ദ്രങ്ങളിൽ നിന്നുള്ള 23 ക്രോമസോമുകളും ചേർന്ന് കോശങ്ങളിൽ നിന്ന് 23 ക്രോമസോമുകളും ചേർന്ന് 23 ജോഡി ക്രോമസോമുകളുടെ ഒറ്റ കോശ കേന്ദ്രമായി തീരുകയാണ് ചെയ്യുന്നത്. ഓരോ ക്രോമസോമിലും അസംഖ്യം ജീനുകൾ അടങ്ങിയിരിക്കുന്നു. പരമ്പരാഗതമായി ഒരു വ്യക്തി ആർജിക്കുന്ന സകല ഗുണങ്ങളുടെയും ഉത്ഭവസ്ഥാനം ജീനുകളാണ്. ശരീരത്തിന്റെ വലിപ്പം, ഉയരം, മുടിയുടെയും കൃഷ്ണമണിയുടെയും നിറം, മറ്റ് ശാരീരിക പ്രത്യേകതകൾ ഇവയൊക്കെ ജീനുകളിൽ നിർണ്ണയിക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെ വികാസത്തിൽ
പാരമ്പര്യത്തിന് സ്വാധീന ശക്തി ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല. പാരമ്പര്യം മാത്രമാണ് ഒരു വ്യക്തിയുടെ വളർച്ചയും വികാസത്തെയും നിർണ്ണയിക്കുന്നത്. എത്ര നല്ല ഗുണനിലവാരമുള്ള വിത്തായാലും അത് വളക്കൂറുള്ള മണ്ണിൽ നട്ട് വെള്ളം, വളം, വെളിച്ചം എന്നിവ കൊണ്ട് പരിപോഷിപ്പിക്കപ്പെട്ടാൽ ആരോഗ്യമുള്ള ചെടിയായി വളരുകയും കുട്ടികളുടെ കാര്യത്തിലും സമാനമായ അവസ്ഥയാണുള്ളത്. എത്ര നല്ല പാരമ്പര്യ ഗുണങ്ങളുമുണ്ടായ അനുകൂല സാഹചര്യങ്ങളുണ്ടായാലേ അഭിവൃദ്ധി പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിക്ക് അതിജീവനാന്തരം ലഭിക്കുന്ന ഉദ്ദീപനങ്ങളാണ് പരിസരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പാരമ്പര്യം ഒഴികെ ഒരു വ്യക്തിയുടെ വളർച്ചയെയും വികാസത്തെയും സ്വാധീനിക്കുന്ന എല്ലാ ശക്തികളും ഇതിൽ ഉൾപ്പെടാം. പാരമ്പര്യത്തിൻ്റെയും പരിസരത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെ പരിണിതഫലമാണ് വികസനം നടക്കുന്നതെന്ന് ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നു. ലിംഗഭേദം, വംശം, ബുദ്ധിശക്തി, സ്രാവിഗ്രന്ഥികളുടെ പ്രവർത്തനം, പോഷണം, ശുദ്ധവായു, വെള്ളം, സൂര്യപ്രകാശം, ശാരീരിക രോഗങ്ങളും ക്ഷതങ്ങളും, കുടുംബാന്തരീക്ഷം, സാമൂഹിക സാമ്പത്തിക നില തുടങ്ങി വികസനത്തെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അന്നേരം 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 ജന്മന. ചില ജന്മന എന്തെങ്കിലും ഈ ജനിക്കുമ്പം ശ്വാസം എടുക്കാൻ താമസിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും കേൾക്കാമല്ലോ ഇല്ലേ? കേൾക്കാം സാർ. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കുട്ടികളിൽ പല ഇതും ഉണ്ടാകാം. കുട്ടികളുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവും ആത്മീയവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന പദകൊണ്ട് അർത്ഥമാക്കുന്നത്. മാനസികാരോഗ്യം പൊതുവായ ആരോഗ്യങ്ങളിൽ നിന്ന് അവിഭാജ്യമാണ്. ശൈശവാവസ്ഥയിൽ നിന്ന് ഒരു കുട്ടി തൻ്റെ ചുറ്റുപാടുകളിലുള്ള നിരന്തര പ്രതിപ്രവർത്തനങ്ങളിലൂടെയാണ് വളർന്നു വരുന്നത്. വളർച്ചയെയും വികസനത്തെയും സ്വാധീനിക്കുന്ന എണ്ണമറ്റ കാര്യങ്ങളുണ്ട്. പൊതുവിൽ പ്രാധാന്യമറിയിക്കുന്ന ചില ഘടകങ്ങളെപ്പറ്റി ചുരുക്കി പറയാം. ജൈവപരമായ കാരണങ്ങൾ: 1 പാരമ്പര്യം, 2 ബുദ്ധിശക്തി, 3 ശാരീരിക രോഗങ്ങൾ, കുടുംബ സാഹചര്യങ്ങൾ, മാതാപിതാക്കളുടെ മാനസികാരോഗ്യം, മാതാപിതാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, അതിസംരക്ഷണവും അമിത ലാളനയും, പക്ഷപാതിത്വം, തിരസ്കരിക്കപ്പെടുന്ന കുട്ടികൾ, മാതാപിതാക്കളുടെ വിയോഗം, വിദ്യാലയാന്തരീക്ഷം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ. ഇത്രയെല്ലാമാണ് ഒരു കുട്ടിയെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ. ഇനിയും വളരെയേറെ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽസ് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ വളരെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അറ്റൻറ്റീവ് ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഇതിൻ്റെ കാരണങ്ങൾ മസ്തിഷ്ക സംബന്ധമായ ജന്മന ഉണ്ടാകുന്ന തകരാറുകളും കൊണ്ടും ഉണ്ടാകാം. ഈ വൈദ്യങ്ങൾ കാരണം ജനിതങ്ങളുടെ സ്വാധീനം ഒരു ഘടകമാണ്. പ്രതിവിധികൾ: രോഗനിർണയം നടത്തപ്പെടുന്നതോടുകൂടി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മനോഭാവത്തിൽ സാരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. കുട്ടികളുടെ വിഷമതകൾ രോഗത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന ബോധം അനുഭാവപൂർണ്ണം പരിഗണനയിൽ അവന് നേടിക്കൊടുക്കുന്നു. ആത്മവിശ്വാസം വളരുന്നു. ഈ വിഷമതകളെ തരണം ചെയ്യുന്നതിന് സവിശേഷമായ പാഠ്യപദ്ധതിയും പ്രത്യേക വൈദഗ്ധ്യം നേടിയ അധ്യാപകരുടെ സേവനവും ആവശ്യമാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠന വൈകല്യമുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നത് വളരെ സന്തോഷജനകമാണ്. വിഷമതകൾ പരിഹരിക്കുന്നതോടൊപ്പം മറ്റ് മേഖലകളിലുള്ള കഴിവുകളെ പരമാവധി പ്രാപ്തമാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. സാമൂഹിക മുഖ്യധാരയിൽ അന്തസ്സും ആത്മവിശ്വാസവും പൗരന്മാരായി വളരുന്നതിന് വേണ്ടിയുള്ള പഠനവും പരിശീലനവുമാണ് അവർക്ക് ആവശ്യം. ആൽബർട്ട് ഐൻസ്റ്റൈൻ, ലിയോനാർഡോ ഡാവിഞ്ചി, ആൽവ എഡിസൺ, വിൻസ്റ്റൺ ചർച്ചിൽ തുടങ്ങിയ മഹാരഥന്മാർ പഠന വൈകല്യങ്ങളും ഉള്ളവരായിരുന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യം. പഠന വൈകല്യം മൂലം മിഷിഗണിലെ പോർട്ട് ഹൂസ്റ്റൺ പബ്ലിക് സ്കൂളിൽ നിന്നും പുറത്തപ്പെട്ട തോമസ് എഡിസൺ ആണ് ഇലക്ട്രിക് ബൾബുകളും
ഫോണോഗ്രാമുകളുള്ള നിരവധി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് സമ്മാനിച്ചു. നിലവിലുള്ള രീതികളിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിയാൽ പല കുട്ടികളിലുള്ള പ്രശ്നങ്ങളും രക്ഷപ്പെടുകയുള്ളൂ. ഒന്നാമത്തെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. കൂടുതലുണ്ടോ? സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല സാറേ. അതെ. എന്നാലും എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ? അതിനു മുമ്പ് ഞാൻ എൻ്റെ കുറേ അനുഭവങ്ങൾ പറയാം. എനിക്ക് ചെറുപ്പത്തിലോട്ട് ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്യും ചുമ്മാ. അന്നേരം എൻ്റെ അയൽവക്കത്തും പോകുന്നിടത്തൊക്കെ ഈ കുട്ടികൾ ചില കുസൃതികളൊക്കെ കാണിക്കും. അടങ്ങിയിരിക്കുകയില്ല. നമുക്ക് ഈ ക്ലിനിക്കലി വന്നാലും നമുക്ക് ഞാൻ അവരെ അന്ന് തൊട്ടേ ഒബ്സർവ് ചെയ്തു. അന്നേരം ഈ ഹൈപ്പർ ആക്റ്റീവ് പ്രശ്നങ്ങളുള്ള റെസ്റ്റ്ലെസ്നെസ് ഒക്കെ ഉള്ള കുട്ടികൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ പഠിച്ചതുകൊണ്ട് ഞാനൊരു 50-55 വർഷമായിട്ട് കാണുന്ന പലരെയും ഒബ്സർവ് ചെയ്തതിൽ നിന്നുള്ള അനുഭവമാണ്. നമുക്ക് ചെറുപ്പത്തിലെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ അച്ഛനമ്മമാർ വിചാരിക്കും, ഓ അത് ഇച്ചിരി വലുതായി കഴിയുമ്പോൾ തന്നെ നോക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലതൊക്കെ ശരിയാകും, ചിലതൊന്നും അങ്ങനെ ശരിയാകില്ല. നമ്മൾ അന്നേരം അവരുടെ ഹിസ്റ്ററി അവരുടെ എന്നായി, എവിടം വരെയായി, എന്താ എന്നൊക്കെ നോക്കും. ഉദാഹരണത്തിന് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കുട്ടികളെല്ലാം ഉപദ്രവിക്കുക. പിള്ളേർക്കെല്ലാം അവിടെ നിൽക്കാൻ പേടിയാണ്. അവരെല്ലാം ഓടിക്കളയാണ്. എല്ലാവരെയും അവനടിക്കും. ഞാൻ അവൻ്റെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ അവൻ എന്താ എടുക്കുക, എവിടം വരെയായി, പഠിക്കാൻ വളരെ മടിയാണ്. കഷ്ടിച്ച് SLC പാസ്സായി. അത് കഴിഞ്ഞ് എങ്ങനെയോ കൊണ്ടുപോയി ഒരു ഡിപ്ലോമ കോഴ്സിന് കൊണ്ടുപോയി ചേർത്തെങ്കിലും അവൻ ഒരിടത്തും നിൽക്കുകയില്ല. വീട്ടിൽ വന്ന് അവൻ്റെ ഈ അതിക്രമങ്ങളൊക്കെ കാണിക്കണം. അതുപോലെ വലിയ മതിലയിലൊക്കെ കയറുക, അവിടുന്ന് ചാടുക, ഇതൊക്കെയാണ് അവൻ്റെ വിനോദം. അത് കഴിഞ്ഞ് വേറൊരു കുട്ടി ഒരു പരിചയമുള്ള ഒരു ആളാണ്. അതെനിക്ക് ചെറുപ്പത്തിൽ കണ്ടപ്പോഴേ മനസ്സിലായി. അത് പഠിച്ചു, ഒരു ടെക്നോളജി ഈ ഡിപ്ലോമ എന്തെങ്കിലും എടുത്തു. അത് കഴിഞ്ഞ് പലയിടത്ത് പോയിട്ടും അവനവിടെ നിൽക്കുകയാണ്, എങ്ങും എത്തിയില്ല. കല്യാണം കഴിഞ്ഞിട്ടും അവൻ ഡിസ്റ്റർബ്ഡാണ്. അവൻ്റെ ഫാമിലിയെല്ലാം അപ്സെറ്റായി, ആകപ്പാടെ താറുമാറായി. അങ്ങനെ പല പല കേസുകളും എനിക്കറിയാം. പക്ഷെ അന്നേ നമ്മുടെ മരുന്ന് കൊടുത്ത് അതിന് വേണ്ടി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ പിള്ളേരൊക്കെ കൊടുത്തവരൊക്കെ രക്ഷപ്പെട്ടു. മരുന്ന് കഴിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കഴിക്കാത്ത ചിലരുണ്ട്. അവരോട് ചോദിക്കുമ്പം പറയും, ഓ അത് വളർന്നു കഴിയുമ്പോൾ തന്നെയങ്ങ് മാറിക്കോടും, കുഞ്ഞല്ലേ. അവർക്കതൊരു അസുഖമായിട്ട് തോന്നാറില്ല. ഏതായാലും നമുക്ക് എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ? കളികൾ, വിനോദങ്ങൾ, വികൃതികൾ, സാമൂഹിക കൃത്യങ്ങൾ തുടങ്ങി നിരവധി പ്രവൃത്തികൾ വിവരിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. അവർ അടങ്ങിയിരിക്കണമെന്നില്ല. എങ്കിൽ അടങ്ങിയിരിക്കാൻ വേണ്ട ആന്തരികമായ നിയന്ത്രണം നഷ്ടമായോടും അവർക്ക് അവരുടെ സ്വഭാവത്തെയും പ്രവൃത്തിയെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് തന്നെ ഇങ്ങനെ തോന്നുന്നത് അടങ്ങിയിരിക്കാനേ പറ്റിയല്ല. ചില പിള്ളേരെ കാണും, ക്ലിനിക്കിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അവരൊരിടത്ത് ഇരിക്കുകയില്ല. അവിടെ വന്ന് സ്റ്റെതസ്കോപ്പ് എടുക്കും, അപ്പുറം ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും. അങ്ങനെയൊക്കെയുള്ള പിള്ളേരെ നമുക്ക് ക്ലിനിക്കുകളിൽ കാണാം. അമിതമായ പ്രവർത്തനങ്ങൾ, നിയന്ത്രണമില്ലാത്ത പ്രവർത്തികൾ, സദാ ചലിച്ചുകൊണ്ടിരിക്കുക, ശരീരഭാഗങ്ങൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, ക്ഷമയില്ലാതാകുക, ഒരു നിമിഷം പോലും സ്വസ്ഥമായിരിക്കാൻ സാധിക്കാതെ വരിക, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അസാധാരണമായി മാറും. ഇവർക്ക് ഒരു കാര്യത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. പലവിധ കാര്യങ്ങളിലേക്ക് ചിതറിപ്പോകുന്നു. ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്ഷമതയോടെ ചെയ്യേണ്ട പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവർ വളരെ അക്ഷമരായിരിക്കും. ഒരു കാര്യത്തിന് കളികളിലാവട്ടെ, ക്ലാസ്സുകളിൽ ചോദ്യോത്തരവേളകളിലാകട്ടെ, തങ്ങളുടെ ഊഴം വരെ കാത്തിരിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇപ്പം ഇങ്ങനെയുള്ള ചില കുട്ടികൾ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും. അവർ സാറ് ക്ലാസ്സിൽ മാത്സിൻ്റെ ഒക്കെ ഇത് എഴുതി തുടങ്ങുമ്പോഴേ അവൻ ഉത്തരം പറഞ്ഞു കഴിയും. അത്തരം മിടുക്കന്മാരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. വേളയില്ലാത്ത തങ്ങളുടെ ഊഴം വരെ കാത്തിരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ചിന്താശൂന്യവും സാഹസ്യമായ പ്രവൃത്തികൾ ഇവരിൽ ഏർപ്പെടും. അത്യുത്സാഹവും അമിത
പ്രവൃത്തികളും അശ്രദ്ധയും അക്ഷമയും ഒക്കെ ഇവരുടെ സ്വഭാവത്തെ വികലമാക്കുകയും പലവിധ മാനസിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യും. അമിതമായ ദേഷ്യം, അനുസരണയില്ലായ്മ, അക്രമവാസന, സാമൂഹ്യ വിരുദ്ധത തുടങ്ങി പലവിധ സ്വഭാവ വൈകല്യങ്ങളിൽ ഇവിടെ വളർന്നു വരുന്നു. ചിലപ്പോൾ ഡ്രഗ് അഡിക്റ്റൊക്കെ ആകാം, മദ്യപാനം, പുകവലി ഇതിലൊക്കെ ചെന്നപ്പെടാം. ഈ രോഗമുള്ള കുട്ടികളിൽ പഠനവൈകല്യങ്ങൾ സാധാരണമാണ്. ബുദ്ധിപരവും ഭാഷാപരവുമായ വളർച്ചയെയും ഈ രോഗം ബാധിച്ചേക്കാം. വിദ്യാഭ്യാസപരമായി മുന്നേറാൻ പല കുട്ടികൾക്കും കഴിയുന്നില്ല. 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ വൈകല്യങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ശൈശവാവസ്ഥയിൽ തന്നെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. 3 വയസ്സോടെ പല ലക്ഷണങ്ങൾ പ്രകടമാവുമെങ്കിലും പ്രശ്നങ്ങൾ അധികരിക്കുന്നത് സ്കൂളിൽ എത്തുന്നതുകൊണ്ടാണ്. ആൺകുട്ടികളാണ് ഈ അവസ്ഥ കൂടുതലായി. പെൺകുട്ടികൾക്ക് അത്രയില്ല. അതായത് കുട്ടി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ തിരിക്കുകയില്ല, ടീച്ചറോട് ചോദിക്കാതെ കിടന്ന് ഓടിക്കളയും. അതുപോലെ വേറെയുള്ള കുട്ടികളുമായിട്ട് വഴക്ക് കൂടും, ചുമ്മാ ആവശ്യമില്ലാതെ അവരൊക്കെ ഉപദ്രവിക്കും. ഇങ്ങനെയൊക്കെ പല പല ഈ സിംറ്റംസ് കാണിക്കും. പക്ഷേ ചില ഇത് ഒന്നീ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചർമാർ ഇത് കണ്ടുപിടിക്കും. അന്നേരമാണ് പിന്നെ ഡോക്ടർമാരെ ഇടയ്ക്കൊക്കെ പോയി ഇങ്ങനെയൊക്കെ തോന്നിയാൽ ഡോക്ടർമാരുടെ അടുത്ത് പോയി ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണങ്ങൾ ഇതിനുള്ള കോസസാണ്. മസ്തിഷ്ക സംബന്ധമായ തകരാറുകൾ, മസ്തിഷ്കത്തിലുള്ള സൂക്ഷ്മമായ ക്ഷതങ്ങൾ, ഗർഭാവസ്ഥയിലും ജനന സമയത്തും ഉണ്ടാകുന്ന നിരവധി ക്ഷതങ്ങൾ രോഗത്തിന് കാരണമായി എന്ന് വരാം എന്ന് അനുമാനിക്കും. ഈ അവസ്ഥയോടൊപ്പം കണ്ടുവരുന്ന വിവിധ തരം പഠനവൈകല്യങ്ങൾ ഈ വാദഗതിയെ ബലപ്പെടുത്തുന്നു. ജനിതക കാരണങ്ങൾ, പാരമ്പര്യ ഘടകങ്ങൾ ഈ രോഗാവസ്ഥയ്ക്ക് പ്രേരകമാകുമെന്ന് കരുതുന്നു. എനിക്കറിയാം, എൻ്റെ അയൽപക്കത്തൊരു പയ്യനുണ്ടാകും, വഴിയെ പോകുന്നവരെല്ലാം കണ്ടെടുത്ത് പറയും. ചെറുപ്പത്തിൽ ഹൈപ്പർ ADHD ആയിരുന്നു. അവൻ വളർന്നു കഴിഞ്ഞ് അന്നൊന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല, SLC പോലും പാസ്സാകാൻ പറ്റിയില്ല. അവൻ്റെ സഹോദരങ്ങളും സഹോദരികളും ഒക്കെ പഠിച്ച് നല്ല നിലയിലായി. ഇവൻ മാത്രം കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയത്. ഇപ്പോഴും ആൾക്കാരുമായിട്ട് അടിപിടി കൂടുകയും ഇടയ്ക്ക് മദ്യപിക്കുകയും ഒക്കെ ചെയ്യും. ചിലപ്പം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഏതാണ്ട് 19 വയസ്സായി, എന്നാലും ഇത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവന് കല്യാണം കഴിച്ചു, മകൾക്ക് ഒരു കുട്ടിയുണ്ടായി, അതിനും ഈ ADHD. അതിനെ ഞാൻ കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്ത് കുറവാക്കി, കംപ്ലീറ്റ് കുറവായി. അത് പിന്നീട് പറയാം കേസ്. സാമൂഹിക ഘടകങ്ങൾ, മാതാപിതാക്കളിൽ നിന്ന് അകന്ന അനാഥാലയങ്ങളിലും ബോർഡിങ്ങുകളിലും കഴിയേണ്ടി വരുന്ന കുട്ടികളിൽ അവസ്ഥ കൂടുതലാണെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. വൈകാരികമായ ആവശ്യങ്ങൾ നിറവേറ്റാത്ത അവസ്ഥ, അസ്വസ്ഥമായ കുടുംബാന്തരീക്ഷം, ശിഥിലമായ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയ തകരാറുകൾ, അസ്ഥിരമായ ശിക്ഷാരീതികൾ, മാനസിക സംഘർഷങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണങ്ങളായി കരുതപ്പെടുന്നു. പ്രായപൂർത്തിയാകുന്നതോടുകൂടി പലരിലും രോഗലക്ഷണങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണാം. അമിത പ്രവർത്തന പ്രവണതയായിരിക്കും ആദ്യം കുറഞ്ഞു വരിക. ശ്രദ്ധക്കുറവ് സാവധാന മാറുന്നു. 16 മുതൽ 20% വരെ ആളുകളിൽ പ്രായപൂർത്തിയായാലും രോഗലക്ഷണങ്ങൾ തുടരുന്നതായി കാണാം. ചിലർക്ക് ഭാഗികമായി രോഗലക്ഷണ മുക്തി ഉണ്ടാകുന്നു. പഠനവൈകല്യങ്ങൾ, ബുദ്ധിമാന്ദ്യം, സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ ഇവയൊക്കെ പരിണതമായി ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഈ പ്രതിവിധികൾ: ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും സ്വഭാവ വൈകല്യങ്ങൾ കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള പെരുമാറ്റ നവീകരണ ചികിത്സയാണ് പ്രധാനമായിട്ടുള്ളത്. രക്ഷിതാക്കളും അധ്യാപകരും ചികിത്സകരുമെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കണം. മാതാപിതാക്കളിലും അധ്യാപകരിലും രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കുക വളരെ പ്രധാനമാണ്. പ്രത്യേകതയുള്ള അധ്യാപനം കൊണ്ട് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുകയുള്ളൂ. സ്വാതന്ത്ര്യവും മാർഗനിർദ്ദേശങ്ങളും വഴി മാതാപിതാക്കളുടെ ഉത്കണ്ഠ കുറയ്ക്കുവാനും സഹനശക്തി വർദ്ധിപ്പിക്കാനും കഴിയണം. ഈ ഔഷധ ചികിത്സ ഇതൊന്നും ഇല്ലാതെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഈ കുട്ടികളെ സൈക്ലിങ്ങിന് പ്രേരിപ്പിക്കാം, നീന്തലിന് പ്രേരിപ്പിക്കാം. അവർക്ക് ഊർജം കൂടുതലാകുമ്പോൾ അവർ കുറേ സമയം കഴിയുമ്പോൾ അവർ
നമുക്ക് എനർജി തീർന്നു കഴിയുമ്പോൾ അവർ കുറെ അടങ്ങും. പിന്നെ ഇതിന് സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ട്, ചില സെൻറ്ററുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വിടുക. അന്നേരം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവർ ചില എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ഔഷധ ചികിത്സ, ഔഷധങ്ങൾ അമിത പ്രവർത്തനവും സ്വഭാവ വൈകല്യങ്ങളും നിയന്ത്രിക്കാൻ ഉപയോഗപ്പെടുത്തി വരുന്നു. വളർച്ചയുമായി ഭാഗമായി ചില കുട്ടികളിൽ, പ്രത്യേകിച്ചും ആൺകുട്ടികളിൽ അമിത പ്രവർത്തന പ്രവണത കാണാറുണ്ട്. പ്രായങ്ങൾ മിക്കപ്പോൾ ഇത് അപ്രത്യക്ഷമാകുമെങ്കിലും അമിത പ്രവർത്തനം തികച്ചും അസാധാരണ നിലയിലും നിയന്ത്രണാതീതമാകുകയും ചെയ്യുമ്പോൾ ചികിത്സ അത്യാവശ്യമാണ്. ഇതാണ് ഈ സാധാരണ ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ ഇതിനെക്കുറിച്ചുള്ള. ഇനി ഒന്ന് രണ്ട് കേസുകൾ പറയാം. ഒരു കേസ്, ഒരു കുട്ടി ചെറുപ്പത്തിൽ ഒരു 5-6 വയസ്സുള്ളപ്പോൾ ഒരു കത്തി എടുത്ത് വീട്ടിൽ നിൽക്കുന്ന ചെടികളെല്ലാം മുറിച്ച് വെട്ടി കളയും. അപ്പം പറഞ്ഞാൽ കേൾക്കുന്ന വേറെയുള്ള പിള്ളേരുടെ കൂടെ ഒക്കെ കുസൃതി കൂടുതൽ. വീട്ടിൽ പറയാതെ കുളത്തിൽ ചാടാൻ പോകും, തോട്ടിൽ ചാടാൻ പോകും. പിന്നെ വീട്ടിൽ വരികയില്ല, അമ്മയ്ക്ക് ജോലിയുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ പോയാൽ അമ്മ പോയി കഴിയുമ്പോൾ സ്കൂളിൽ പോയാൽ പത്താഴത്തിൽ കയറി ഒളിച്ചിരിക്കും. അമ്മ പോയി കഴിയുമ്പോൾ കുട്ടി പതിയെ പത്താഴത്തിൽ നിന്ന് വെളിയിലിറങ്ങി അവിടെ ചില ഇതൊക്കെ വെച്ചിരിക്കും, പേരി, അതുപോലെ തിന്നാനുള്ള അതൊക്കെ അവിടെ ഇരുന്ന് തിന്നും. പിന്നെ അത് കഴിഞ്ഞ് കളിക്കാൻ പോയാൽ ഉച്ചയ്ക്കൊന്നും ഉണ്ണാനോ വീട്ടിലോ വരികയില്ല, വൈകിട്ടേ വരത്തുള്ളൂ. ഇങ്ങനെ പോയി ഇത് വീട്ടില് ഭയങ്കര വഴക്ക്, എല്ലാത്തിനും അടുത്തുള്ള പിള്ളേരോടും വഴക്ക് പോകും. ഇത് ഞാൻ കേസെടുത്തപ്പോൾ കിട്ടിയ കാര്യമാണ്. അതിനുശേഷം കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ ചെറുപ്പത്തിലെ പല അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം അലോപ്പതി ട്രീറ്റ്മെൻറ്റാണ് ഞാൻ. സ്കിൻ ഡിസീസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഈ കേസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഏതാ പറഞ്ഞത് ഏതാ പറയാത്തതെന്ന് എനിക്ക് ഓർമ്മ കുറവാണ്. അതുകൊണ്ട് ഓർമ്മയ്ക്ക് നല്ല ഹോമിയോപ്പതി നല്ല മരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞോട്ട് കഴിക്കാൻ ചിലപ്പം മറന്നു. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം അന്നേരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് അവസാനം കേസെടുത്തു, ഫലം ഇതിനുള്ള ആർസനിക്കാർഡ് കൊടുത്തു, പിന്നെ നമ്മളെ ടലുണ്ടറ ഹിസ്പാനിയ കൊടുത്തു, പിന്നെ അക്നൈറ്റ് കൊടുത്തു. എന്നിട്ടെങ്ങും കുറഞ്ഞില്ല. അവസാനം ഞാൻ സൾഫർ 0.3 കണ്ടിന്യൂസ് കുറച്ച് കൊടുത്തു. ഈ ഇറപ്ഷൻസ് എല്ലാം, ചെറുപ്പത്തിലെ വന്ന ഇറപ്ഷൻസ് എല്ലാം തിരിച്ചു. അത് പോയി കഴിഞ്ഞപ്പം പതിയെ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പം ഈ പഠിക്കുകയല്ലായിരുന്ന എല്ലാ സബ്ജക്റ്റും തോട്ടുകൊണ്ടിരുന്ന കുട്ടി ഇപ്പം അമേരിക്കയിൽ ന്യൂറോളജിസ്റ്റ്. അവര് അമേരിക്കയിൽ പോയി ഇതിന് MBBS കഴിഞ്ഞിട്ട് ന്യൂറോളജി എടുത്ത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് ഇപ്പം ന്യൂറോളജിസ്റ്റ് ആവട്ടെ. അന്നേരം നമ്മൾ വിചാരിക്കരുത് ഈ ഹൈപ്പർ ആക്റ്റീവ് ഇങ്ങനെയുള്ള കുട്ടികളൊന്നും വരികയില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഐൻസ്റ്റൈൻ ഇങ്ങനെയുള്ളവരൊക്കെ ഇവർക്കൊക്കെ പല മാനസിക രോഗങ്ങളും ചെറുപ്പത്തിലും ഉണ്ടായിരുന്നവരാണ്. അതുപോലെ ഐസക് ന്യൂട്ടനെ 5ാമത്തെ 6ാമത്തെ ക്ലാസ്സിൽ ടീച്ചർ TC കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടു. അന്നേരം അമ്മ ചോദിച്ച എന്നാ ടീച്ചറിൻ്റെ അടുത്ത് പുള്ളിക്കാരത്തെ അത് സൂക്ഷിച്ചു വെച്ചിട്ട് പറഞ്ഞു, നീ നല്ലോണം പഠിക്കുന്നവനാണെന്ന് പറഞ്ഞു. പിന്നെ അമ്മ തന്നെ പഠിപ്പിച്ച് വീട്ടിലെത്തി പഠിപ്പിച്ച് അയാളാണ് 100 കണക്കിന് ഇൻവെൻഷൻ നടത്തിയ ഐസക് ന്യൂട്ടൻ. അതുകൊണ്ട് ADHD ശരിക്ക് ചികിത്സിച്ചാൽ, ശരിക്ക് ഇത് കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ ചില ഇൻട്രസ്റ്റ് ഒക്കെ കാണും. അതിൽ അവർക്ക് വളരെ തൽപരരായിട്ട് വളരാൻ സാധിക്കും. ഒന്നാമത്തെ കേസ്. അടുത്തൊരു കേസ്, ഒരു പയ്യൻ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു, 1-2 വർഷമായിരുന്നു. അവന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും, ടീച്ചറോട് ചോദിക്കാതെ ഇറങ്ങി ഒക്കെ. പിന്നെ ഒരിടത്തും ഇറങ്ങിയിരിക്കുക, ഈ മതിലയിലൊക്കെ കൂടെ കയറി ഇങ്ങനെ കൈയിട്ടിട്ട്, വലിയ മതിലിൻ്റെ ഒക്കെ പുറത്ത് കയറിയിട്ട് കൈയിട്ട് ഇട്ടിട്ട് പോകും. അവർക്ക് വീട്ടുകാർക്ക് ഭയങ്കര പേടിയാണ്. അതുപോലെ ആനയെ കണ്ട ആനയുടെ പുറകെ പോകും, അതിനെ ചെന്ന് തൊടുക, പിടിക്കുക. അങ്ങനെ വീട്ടുകാർക്ക് ഭയങ്കര പേടി. ഏതായാലും മെന്റൽ റെസ്റ്റ്ലെസ്നെസ്, പിന്നെ തെരുതര വെള്ളം കുടിക്കുന്ന സ്വഭാവം, ഭയങ്കര റെസ്റ്റ്ലെസ്നെസ്,
പിന്നെ മരുന്നൊന്നും കഴിക്കുകയില്ല. ഇതൊന്നും എനിക്ക് കുറയല്ല, നിങ്ങൾ ചുമ്മാ എന്നെ നിർബന്ധിക്കരുതെന്ന് പറയുക. ഇതൊക്കെ വെച്ച് ആഴ്സനിക് ആൽബ് 0/3 അവിടുത്തെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിനെല്ലാം ഇടയ്ക്ക് ഒന്നീ നോസോഡ് എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് കൊടുക്കും. ഹനുമാൻ 210 മുതൽ 230 വരെയുള്ള ഓറനോണിൻ്റെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ബെൽഡോണ, ഹയോസിയാമസ്, ട്രമോണിയം ഇങ്ങനെയുള്ള അക്നൈറ്റ് ആർസനിക് ഒന്നും കൊടുത്താൽ അത് വൺ സൈഡഡ് ഡിസീസാണ്. അത് മിക്കവാറും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡീപ്പ് ആൻറ്റിസോറിക് മെഡിസിൻ കൊടുക്കണമെന്നാണ് ഹനുമാൻ എഴുതിയിരിക്കുന്നത്. എൻ്റെ MD-ക്കുള്ള സബ്ജക്റ്റ് മെൻ്റൽ ഡിസീസും അതിൻ്റെ എത്തിയോളജി ന്യാസമൊക്കെ. അതിൻ്റെ അകത്തുനിന്ന് ഒരു 30-35 കേസ് എടുത്ത് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കണ്ടത് സോറ മാത്രമായിട്ട് നമുക്ക് കിട്ടുകയില്ല, മിക്സഡ് മിയാസമാണ് വരുന്നത്. ആ മിക്സഡ് മിയാസത്തിലെ സോറിക് മിയാസത്തിൻ്റെ സിംറ്റംസ് വരിക. അതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കും ഈ സിംഗിൾ റെമഡി കൊണ്ട് കുറയും എന്ന് വിചാരിക്കും. എങ്കിലും ഇടയ്ക്ക് ആൻറ്റിസോറിക് റെമഡി ഏതെങ്കിലും ഇൻഡിക്കേറ്റായിട്ട് വരുന്നത് ഒരു ഇൻ്റർ കറൻ്റായിട്ട് കൊടുത്താൽ മാത്രമേ വരും. അതായത് ആ പയ്യന് ആർസനിക് ആൽബ് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഫോളോസ് വല്ലാതെ നേട്ടസ് അവന് 2 സൈഡ് സെൻറ്റൻസ് ഉണ്ടാകും. ഒരു 7-8 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇപ്പോൾ ഒരു 10 വയസ്സായി, 2 വർഷമായി. അപ്പം അവർക്ക് നിർത്താൻ പേടി. ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് നിർത്തിക്കോളാം. മരുന്നൊക്കെ നിർത്തി, ഒരു കുഴപ്പമില്ല. എല്ലാ സബ്ജക്റ്റിനും പാസ്സാകുന്നുണ്ട്, ഒരുമാതിരി മാർക്കുണ്ട്. പക്ഷേ മാസിന് മാത്രം പുള്ളിക്ക് ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് ലാസ്റ്റ് കൊടുത്ത മെഡിസിൻ മെഡോറിനും കൊടുത്തപ്പം ഇപ്പം വളരെയധികം ഇപ്പം മെഡിസിൻ നിർത്തി. അപ്പം എല്ലാ സബ്ജക്റ്റിനും പാസ്സാകുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് പല കേസുകളിലും നമുക്ക് ADHD വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു മാനസിക അസ്വസ്ഥതയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ആർക്കെങ്കിലും കേസുകൾ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മെഡിസിനോട് അതിനുള്ളത് പറയാം. മെഡിസിൻ പറയുന്നതല്ല സാർ. ഈ സാർ ആഴ്സാൽബ് കഴിഞ്ഞിട്ട് നാട്രൽ സൾഫാണോ കൊടുത്തത്? നേട്ടൽ സൽഫ് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഫോളോ അപ്പ് എല്ലാം. പിന്നെ അവന് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവും. ഈയിടെ എനിക്കൊരു കേസ് കിട്ടി, അതിൻ്റെ അകത്തും ആദ്യം ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അവന് പറയും, ഞാനങ്ങ് ചത്താലോ, അതല്ലേ നല്ലത്. 2 പിള്ളേർക്കും ADHD. അച്ഛന് ഹിസ്റ്ററിയിൽ ആൻസൈറ്റി ന്യൂറോസിസ് ഉണ്ടായിരുന്നു, അച്ഛൻ്റെ മാറി, ഞാൻ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. മക്കൾക്ക് ADHD ആണ് 2 പേർക്കും. അതിന് ഒരു പയ്യൻ പറയും 10 വയസ്സേ ഉള്ളൂ, എനിക്ക് ഇടയ്ക്കങ്ങ് ചത്ത് കഴിഞ്ഞാലോ ഒന്ന് തോന്നുന്നു അമ്മയെന്ന് പറഞ്ഞു. ഞാൻ നേട്രൽ സൾഫാണ് കൊടുത്തിരിക്കുന്നു, റിസൾട്ട് അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ മരുന്ന് കൊണ്ട് ഒരുപാട് കേസുകൾ, ഈ മാനസിക അസ്വസ്ഥതകളുള്ള കേസുകൾ ചെറുപ്പത്തിൽ ചികിത്സിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും കുറവാക്കാൻ സാധിക്കും. അന്നേരം ഇതിനുള്ള ഒന്നാമത്തെ മരുന്ന് അക്നൈറ്റാണ്. അതിൻ്റെ അകത്ത് ഫിസിക്കൽ മെൻ്റൽ റെസ്റ്റ്ലെസ്നെസ് ശരിക്കും കാണും. ഈ ഉറക്കത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളുന്ന പിള്ളേരായിരിക്കും. അങ്ങനെയുള്ള പിള്ളേർ രാത്രിയിൽ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് ഞെട്ടി ഉണരും, എന്നിട്ട് കരയുമിരുന്ന്. എന്നാ കാര്യമെന്ന് ചോദിച്ചാൽ പറയാല്ല, അവർ മറന്നു. പിന്നെ ഭയങ്കരമായിട്ടുള്ള വെള്ളം കുടിയായിരിക്കും, ഇച്ചിരിച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണ്ടിരിക്കും, ഒത്തിരി കുടിക്കുകയല്ല. ഇതൊക്കെയാണ് അക്നൈറ്റിൻ്റെ. ഇനി അടുത്തത് എത്തൂസ സൈനാപ്യ. ഭയങ്കര ഹൃദയടിപ്പ് കാണും, തലവേദന കാണും, തലക്കറക്കം കാണും, പിന്നെ ഭയങ്കര ആൻസൈറ്റി ആൻഡ് ഫിയർ ആയിരിക്കും, കരച്ചിൽ കാണും. സ്പീഡ് കൂടുന്നുണ്ടോ? ഒരു വലിയ കുഴപ്പമില്ലെങ്കിൽ ഒരു ഇച്ചിരി. എന്നാ പിന്നെ കുറച്ചുകൂടെ കുറയ്ക്കാം. അതിനാ ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞു വരുമ്പോ അങ്ങ് പെട്ടെന്നായിപ്പോ.
തലവേദന, തലകറക്കം, തലകറക്കം, ആങ്സൈറ്റി, കരച്ചില്, പിന്നെ പാൽപിറ്റേഷൻ, പിന്നെ ഫിയർ ആൻഡ് ആൻസൈറ്റി ഇത്രയൊക്കെ കാണും. അടുത്തത് അകാരിക്കസ, മേലെല്ലാം ചൊറിച്ചിലായിരിക്കും, പുകച്ചിൽ കാണും. പലപ്പോഴും പല മരുന്നുകളും കഴിച്ച് ഉള്ളി സപ്രസ് ചെയ്യുന്ന ഇതായിരിക്കും. അതുകൊണ്ടായിരിക്കും അതിൻ്റെ പ്രധാന കാരണം. സാധാരണ ഞാൻ നിർത്തി പറയുന്നത്, ഇത് കൂടി ആർക്കെങ്കിലും എഴുതണോ ഉണ്ടെങ്കിൽ. പിന്നെ അംബ്രാഗ്രേഷ്യൻ, ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അതാണ് അംബ്രാഗ്രേഷ്യയുടെ ഇത്. അടുത്ത് അനാഗലീസ്, ANAGALIS, അനാഗലീസ്, ക്രോസ് ആൻഡ് ഇറിറ്റബിൾ, ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്നാ ചെയ്യുന്നൊരു തപ്പലായിരിക്കും. അതാണ് അനാഗലീസിന്റെ പ്രധാനപ്പെട്ട സിംറ്റം. ഞാൻ പ്രധാനപ്പെട്ടത് പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ റെസ്റ്റ്ലെസ്നെസ് കാണും, പിരിപിരിപ്പ് കാണും, ഓട്ടം കാണും, ചാട്ടം കാണും, ഒരിടത്ത് പഠിക്കാനുള്ള ഇത് കാണുകയില്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെയുള്ള ഏതെങ്കിലും കാര്യത്തിന് എഴുന്നേറ്റ് ഓടിക്കളയും. ഇതൊക്കെയാണ് പ്രധാനം. അതൊന്നും ഇവിടെ കൂടുതൽ പറയുന്നില്ല. അതൊക്കെ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ സിംറ്റംസിലും ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത് സ്പെഷ്യൽ ഇതിൻ്റെ നമ്മുടെ അസോസിയേറ്റഡ് കംപ്ലൈൻ്റ് ആണ് ഈ പ്രധാന കംപ്ലൈൻ്റ് കൂട്ടത്തിൽ എടുക്കുന്നത്. അന്നാലാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോസൈനം, അതിന് റെസ്റ്റ്ലെസ്നെസ് കൊണ്ട് ഉറങ്ങാൻ പറ്റിയത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് എഴുന്നേറ്റിരിക്കും. അതിന് പറ്റിയ മെഡിസിൻ അപ്പോസൈനം. പിന്നെ അറേനിയ, അത് കാലും കയ്യിലും എല്ലാം ഭയങ്കര നീരും ഭയങ്കര ഹെവിനെസ്സും ആയിരിക്കും. കൈയും കാലും തണുത്തിരിക്കും, ഉറക്കക്കുറവായിരിക്കും, ഉറങ്ങാൻ പ്രയാസമായിരിക്കും. ആർണിക്ക ഒരു ഇൻഡിക്കേറ്റഡ് മെഡിസിനാണ്. അതായത് വളരെയധികം ജോലിയൊക്കെ ചെയ്ത് ടയർഡ് ഫീലിംഗ് വന്ന് മേത്തൊക്കെ വേദനയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരിഞ്ഞു കിടക്കും, മറിഞ്ഞു കിടക്കും, അങ്ങനെ വരുന്ന ഉറക്കക്കുറവോടുകൂടി വന്നാണെങ്കിൽ ആർണിക്ക മൊണ്ടാനയാണ് അതിൻ്റെ മെഡിസിൻ. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ് ആഴ്സനിക് ആർബ്. ഒരുപാട് പേർക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയ മെഡിസിൻ. വീക്ക്നെസ് ആൻഡ് എക്സോഷൻ, ഒത്തിരി രാത്രിയിലായിരിക്കും. പിന്നെ ബേണിംഗ് പെയിൻ ആയിരിക്കും, പോച്ചിലോട് കൂടിയുള്ള ആൻസൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, മെൻ്റൽ റെസ്റ്റ്ലെസ് ആണ്. ഇത് അക്നൈറ്റും ആഴ്സനിക്കും ഏകദേശമൊക്കെ സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ആഴ്സനിക്കിന് ഉള്ള ഒരു കുഴപ്പം, ആഴ്സനിക്ക് ഇത് ചികിത്സിച്ച കുറയില്ല എന്നുള്ളൊരു തോന്നല. അക്നൈറ്റിന് ചികിത്സിച്ച കുറേ എത്രയും വേഗം മരുന്ന് കൊടുക്കണം. ആഴ്സനിക്കിന് ഇത് ഒരിക്കലും കുറയില്ലെന്നുള്ളൊരു തോന്നല. അടുത്ത് ബെല്ലോണ, ബേണിങ് എല്ലാവർക്കും ബേർഡ്സ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, ബേണിങ്, ഇൻഫ്ലമേഷൻ, റെസ്റ്റ്ലെസ്നെസ്, ഡെലീറിയം. അതുകൊണ്ട് ഹോട്ട് ഫ്ലാഷസ് വരും, ഹോട്ട് സ്കിന്നായിരിക്കും, വായും തൊണ്ടയൊക്കെ വരടും, ഉറക്കക്കുറവ്, റെസ്റ്റ്ലെസ്നെസ്, രാത്രി റെസ്റ്റ്ലെസ്നെസ് കാണും. അതൊക്കെയാണ് ബെൽഡോണയുടെ സിംറ്റം. പിന്നെ വേറൊരു വലിയ മരുന്നാണ്, റെപ്പട്ടിയിലൊക്കെ 3 മാർക്കുള്ളതാണ്, കാൽക്കേറിയ കാർ. റെസ്റ്റ്ലെസ്നെസ്, ഇടയ്ക്കിടയ്ക്ക് ഉണരുക, പിന്നെ പേടി, ഇതൊക്കെ. പിന്നെ സ്വെറ്റിങ് കൂടുതൽ, പ്രത്യേകിച്ച് തലയിലും മുഖത്തുമൊക്കെ സ്വെറ്റിങ് കൂടുതൽ. ഇതെല്ലാം കാൽക്കേറിയ കാർബിൻ്റെ ലക്ഷണം. കാന്താരിസ്, അതിനും ആൻസൈറ്റി, ഫിയർ, റെസ്റ്റ്ലെസ്നെസ്,
ഇതെല്ലാം കാണും. ഭയങ്കര ദേഷ്യമായിരിക്കും. കോഷ്ടിക്കത്തിന് ജോയിൻസ് പെയിൻ കാണും. പൊട്ടിപ്പോകുന്ന കൂട്ടം. കാലിലെല്ലാം ഭയങ്കരമായിട്ടുള്ള കാലിങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കും. അത് കോഷ്ടിക്കത്തിൻ്റെ ഒരു ലക്ഷണം. അടുത്ത് ചമ്മുമില ഒരു ബെസ്റ്റ് മെഡിസിനാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഭയങ്കര ദുശാഠ്യമായിരിക്കും. പക്ഷേ കമമിലായ്ക്കും ഉണ്ട്, സിനായ്ക്കും ഉണ്ട് ഈ ദുശാഠ്യവും റെസ്റ്റ്ലെസ്നെസ്സും ഈ ആൻസൈറ്റി വഴക്കുമല്ല. ഏത് സാധനം കണ്ടാലും വേണമെന്ന് പറയും, കിട്ടിക്കഴിയുമ്പം വേണ്ടെന്ന് പറയും. പക്ഷേ ഈ ചമമിലായ്ക്കും സീനായ്ക്കും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട സിംറ്റം കുട്ടികളിൽ, കൊച്ചിനെ അമ്മ എടുത്തു കഴിഞ്ഞാൽ ചമമിലാണെങ്കിൽ കരച്ചിൽ നിർത്തും. മറ്റേ സീന അങ്ങനെ എടുത്താലും അത് കേൾക്കുകയില്ല. ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ്, ഡിഫറൻഷ്യേഷൻ പോയിന്റാണ്. അടുത്ത് കോക്ക. ഈ പല്ല് മുളച്ചു വരുമ്പം ഉണ്ടാകുന്ന പിള്ളേർക്ക് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്താൽ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് കോക്ക. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ് കോഫിയ ക്രൂഡ. ഏതാ സാറേ? കോഫിയ ക്രൂഡ. കോഫിയ ഉറക്കം വരികയില്ല, നൈറ്റിൽ നെർവസ്നെസ് കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞൊക്കെ കിടക്കും. ഉറക്കക്കുറവാണ് അതിൻ്റെ പ്രധാനം. രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, എഴുന്നേറ്റിരിക്കും. അതാണ് പ്രധാനപ്പെട്ട സിംറ്റം. പിന്നെ അയോഡിയം. അതിനും പനിയോടുകൂടിയുള്ളതായിരിക്കും. ഭയങ്കര ഹോട്ട് പേഷ്യൻ്റ് ആയിരിക്കും. ഭയങ്കര ക്ഷീണിച്ചായിരിക്കും, ഭയങ്കര മെലിഞ്ഞിരിക്കും. എത്രയൊക്കെ വേണേലും തിന്നാലും ഒന്നും മേത്ത് കാണാനില്ല. അടുത്ത മെഡിസിൻ കാലിബ്രോമിയം. രാത്രിയിൽ ഇതുപോലെ സ്വപ്നം കണ്ട് പേടിക്കും. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഉരുളും. ഉറക്കത്തിൽ പല്ല് കഴിക്കും. ഞറിയറാന്ന് കേൾക്കാം പല്ല് കഴിക്കും. പല്ല് പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നും. അതുപോലത്തുള്ള പല്ല് കഴിക്കും. നെക്സ്റ്റ് മെഡിസിൻ മാഗ്മൂർ. രാത്രിയും പകലും കിടന്നുറങ്ങും. ഉറക്കക്കുറവും അതുപോലെ തന്നെ റെസ്റ്റ്ലെസ്നെസ്. രാത്രിയിൽ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. ഭയങ്കര ചൂട് ഫീൽ ചെയ്യും. ഭയങ്കരമായുള്ള സ്വപ്നം കാഴ്ചയായിരിക്കും. അലറുകയും പൂവൊക്കെ ചെയ്യും. നേട്ടം കാർഡ്. അത് നേട്ടം കാർഡ് കൂടുതലും ഈ മഴയൊക്കെ വരുമ്പം ഇടിയും മിന്നലും ഒക്കെ ഉള്ളപ്പം അന്നേരം ഭയങ്കര പേടി, റെസ്റ്റ്ലെസ്നെസ്സും ഒക്കെ കൂടുതൽ കാണിക്കും നേട്ടം കാർഡ്. അത് ചിലപ്പം റോഡോഡൻട്രോണും കാണും, ഫോസ്ഫറസിനും ഒക്കെ കാണിക്കാറുണ്ട്. പിന്നെ എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു മരുന്നാണ് പാസിഫ്ലോറ, മദർ ജിഞ്ചർ. ഇങ്ങനെയുള്ള പിള്ളേർക്ക് രാത്രിയിൽ ഉറക്കമൊന്നും ഇല്ലെങ്കിൽ 10-20 തൊട്ടി പാസിഫ്ലോറ. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ, കുറച്ചുകൂടെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ സിപ്രിപ്പീഡിയാണ് കൊടുക്കുന്നത്. 5 തൊട്ടിയെ കൊടുക്കും സിപ്രിപ്പീഡിയം. ചിലപ്പോൾ രാത്രി ഉറങ്ങുകയില്ല, എഴുന്നേറ്റിങ്ങനെ ഇരിക്കും. അച്ഛനും അമ്മയ്ക്കും പിറ്റേ ദിവസം ഓഫീസിൽ പോകേണ്ടതാണ്. കുട്ടി ഉറങ്ങുകയില്ല, റെസ്റ്റ്ലെസ് ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന സിപ്രിപ്പീഡിയം എന്നുള്ള മെഡിസിൻ ടീച്ചറാണ്. 5 തൊട്ടിയെ കൊടുക്കും. കിടക്കാൻ നേരം മാത്രമാണ് കിടക്കാൻ നേരം മാത്രം. ഉറങ്ങാറുണ്ട്. ഫോസ്ഫറസ് ഞാൻ നേരത്തെ പറഞ്ഞു. രാത്രി തുടരെ എഴുതിക്കും. ഇങ്ങനെ ചെറിയ സൗണ്ട് കേട്ടാൽ മതി, അന്നേരം ചാടി എഴുതും. ഒച്ച കേൾക്കാൻ പറ്റില്ല. അത് ടൗണിലൊക്കെ ആണെങ്കിൽ എപ്പോഴും വണ്ടി ഇങ്ങനെ പോകുന്നതും ഒക്കെ, ട്രെയിനിൻ്റെ ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കാം. അന്നേരം കുട്ടി ഉറങ്ങാൻ പറ്റിയ, ഉറങ്ങിയ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അതുപോലെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും അതിന് ഉറങ്ങാൻ പറ്റിയത്. അത് സെൻസിറ്റീവാണ്. പിന്നെ പൾസാറ്റില.
ആദ്യത്തെ സ്ലീപ്പ് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. ദാഹം കാണുകയില്ല. കിഡ്നി പേഷ്യൻ്റ് ആയിരിക്കും. ചിലയിടത്ത് പൾസാറ്റുള്ള കോട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്, ചിലയിടത്ത് ചിന്നിന്നും കാണാം. കാരണം പറയാൻ ചിലർ വേണേൽ തർക്കിക്കാം, ചിന്നി കോട്ടാണോ എന്നും സംശയം വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറുന്ന ബാക്കിയുള്ളത് പോലെയുള്ള ചേഞ്ച് പോലെ തന്നെ ഈ ചില്ലി ആൻഡ് കോട്ട് പൾസാറ്റിലായി മാറി കാണാറുണ്ട്. നെക്സ്റ്റ് മെഡിസിൻ ട്രസ്റ്റോക്സ്. ഫിസിക്കൽ റെസ്റ്റ്ലെസ്സിനാണ് കൂടുതൽ. ഇങ്ങനെ കൈയൊക്കെ ഇട്ട് എൻ്റെ കാലൊക്കെ ഇട്ട് അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു സുഖം, അവരറിയാതെ തന്നെ അങ്ങ് ചെയ്തു പോകുന്നതാണ്. മസിലിനൊക്കെ ഭയങ്കര വേദനയായിരിക്കും. ഇങ്ങനെ എപ്പോഴും അനങ്ങിക്കൊണ്ടൊക്കെ ഇരുന്ന കയ്യോ കാലൊക്കെ അനങ്ങിക്കൊണ്ടിരുന്ന അവർക്കൊരു സുഖമായിരിക്കും. നെക്സ്റ്റ് സീക്കലി കോർ. അതിനും ഉറക്കക്കുറവാണ്. അതിനും ഇതിനെല്ലാം ഉള്ള ഒരു സ്വഭാവം കൂടുതലും രാത്രി ഉറക്കക്കുറവായിരിക്കും, രാത്രി പേടിക്കുന്ന സ്വപ്നമാണ്. പിന്നെ വേറൊന്നാണ് ടരുണ്ടിഡ ഹിസ്പാനിയ. അത് നല്ല ഒന്നാന്തരം മരുന്ന്, പലർക്കും കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പല കേസുകളിൽ. എപ്പോഴും ധൃതി വെച്ചാൽ നടക്കൂടും, എപ്പോഴും എന്തായാലും അനങ്ങിക്കൊണ്ടിരിക്കണം. പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ നടന്നു കഴിയുമ്പം അവർക്ക് അതുകൊണ്ട് അസുഖങ്ങൾ കൂടാനും സാധ്യതയുണ്ട്. ലാസ്റ്റ് നമ്മുടെ മെഡിസിനാണ് സിങ്കമെറ്റ്. അതിന് ഡിപ്രഷനുണ്ട്, അതിൻ്റെ കൂടെ റെസ്റ്റ്ലെസ്നെസ്സും. ഇതൊരു മെനോപാസിൽ കൊടുക്കാവുന്ന ഒരു നല്ല മരുന്നാണ്. കാല് എപ്പോഴും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കാലനക്കാതെ അവർക്ക് ഇരിക്കാനേ പറ്റിയില്ല. അത്രയുള്ള ഒരു റെസ്റ്റ്ലെസ്സിനാണ് സിങ്കമെറ്റിൻ്റെ. ഇനി ആർക്കെങ്കിലും ഇനി 10-15 മിനിറ്റോടുണ്ട്. എനിക്കറിയാം ഇപ്പം എത്രയായി മിനിറ്റ്? 10:17 അന്നേരം ഒരു 15 മിനിറ്റിനകമുണ്ട്. ആർക്കെങ്കിലും എന്തേലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെ ചെയ്യാം, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ 45 മിനിറ്റ് ആയിട്ട് ചുരുക്കിയതാണ്. പക്ഷേ ഇപ്പം 3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം ഉണ്ട് സാറേ. എന്നാ പറഞ്ഞോ. സോറി, കുട്ടികളുടെ ഭക്ഷണം എങ്ങനെയായിരിക്കണമെന്ന്. ADHD കുട്ടികൾക്ക് എങ്ങനെയാണ് അവരുടെ ഭക്ഷണക്രമം? ഭക്ഷണക്രമം അവർക്ക് ചിലർക്ക് ഓവർ ഈറ്റിംഗ് ആയിരിക്കും, ചിലർ കഴിക്കത്തേ ഇല്ല. അപ്പം അന്നേരം നമ്മൾ ഇതെല്ലാം ഒരു പരിധി വരെ നിയന്ത്രിക്കണം. ഓവർ ഈറ്റിംഗ് ഉള്ളവർക്ക് കുറയ്ക്കണം, കുറവുള്ളവർക്ക് കൂട്ടണം. അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇനി ഞാനതൊരു പ്രത്യേക സ്റ്റഡി നടത്തിയിട്ടില്ല. ഇനി അത് ഫ്യൂച്ചറിൽ ഞാനത് നോക്കുന്നതായിരിക്കും. പൊതുവെ എന്ത് ഭക്ഷണം കൊടുക്കണമെന്ന് സാർ അഡ്വൈസ് ചെയ്യാറുണ്ട്? ഞാൻ പറയുന്നത് നോൺ വെജിറ്റേറിയൻ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. കാരണം ഇങ്ങനെയുള്ള പിള്ളേരിൽ കൂടുതൽ മുട്ടയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് അതിനോടൊക്കെ ക്രേവിങ്സ് കൂടുതലാണ്. മുട്ട, ഇറച്ചി, മീനോടൊക്കെ കൂടുതൽ ക്രേവിങ്സ് കാണുന്നുണ്ട്. എന്നാൽ അതൊക്കെ കഴിയുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. അതൊന്നും നമ്മുടെ മരുന്ന് ചെന്ന് കഴിയുമ്പോൾ അത് നേരെ ആകാൻ കാണുന്നുണ്ട്. ഇനി സാറിനോട് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനോ ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. പീതാംബരൻ ഡോക്ടർ എത്തിയിട്ടുണ്ട്. സാറ് സംസാരിച്ചോളൂ സാർ. ADHD രോഗികൾക്ക് കാണുന്ന ഒരു പ്രത്യേക ഇതാണ്, അവരുടെ എനർജി വളരെ കൂടുതലായിരിക്കുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ സ്വഭാവം. എനർജി കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് ആക്ടിവിറ്റി കൂടുതലായിരിക്കുള്ളൂ. എനർജി കൂടുതലുള്ള ഭക്ഷണം എന്താണ്? ഗ്ലൂക്കോസാണ്. ഈ കുട്ടികൾ ഇഷ്ടം പോലെ ചോക്ലേറ്റ് കഴിക്കും. അവരുടെ ആ എനർജിയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ ഗ്ലൂക്കോസിൻ്റെ അംശം നന്നായി കുറക്കേണ്ടി വരും. അല്ലാണ്ട് അവരുടെ ആ എനർജി സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അവർക്ക് വ്യായാമം, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സൈക്ലിംഗ്,
അല്ലെങ്കിൽ അതേപോലത്തെ വ്യായാമം കൊടുത്തു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് തന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവരുടെ ഭക്ഷണം കുറക്കാതെ ഇത് ഷുഗറാണ് ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൻ്റെ 90%. അത് കുറക്കാതെ ADHD കുറക്കാൻ പറ്റില്ല. മെഡിസിൻ കൊടുത്താലും ശരിയാണ്, ഈ ഭക്ഷണം ഇങ്ങനെ കിടന്ന് അവർക്ക് എമൗണ്ട് ഒരു വളരെയേറെ ഷുഗർ ആവശ്യപ്പെടുകയാണ് ചെയ്യണത്. എനിക്ക് ഒരു കുട്ടിയുടെ ഒരു അമ്മ എന്ന് പറഞ്ഞത്, അവൻ സാധാരണ ഭക്ഷണമൊന്നും കഴിക്കില്ല. ഒരു ദിവസം ഞങ്ങളൊരു കായക്കല കൊണ്ടുവന്ന് പഴുപ്പിച്ച് കട്ടിലിൻ്റെ അടിയിൽ വെച്ചിരുന്നു. ഇവൻ പോയിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് ആ പഴം മുഴുവൻ തിന്നു തീർത്തെന്നാണ് പറഞ്ഞത്. അത്രമാത്രം ഷുഗർ കേവിങ് ആയിട്ടുള്ളൂ ഈ കുട്ടികൾ. അതേപോലെ തന്നെ ADHD കുട്ടികൾ നോക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും അവരുടെ ഡൾനെസ്സും ഒക്കെ ചില തരത്തിൽ കാണാറുണ്ട്. അതിൽ അത്യൂസ ഏറ്റവും നല്ലൊരു മരുന്നാണ്. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, വേറെ ആളുകൾ ഉണ്ടാവുമല്ലോ ഭക്ഷണം ഇത് പറയാനായിട്ട്. ശരി. അത് സൈക്ലിംഗ് പോലെ തന്നെ ഊഞ്ഞാല് കെട്ടിക്കൊടുക്കുക. ആടി അവന്റെ എനർജി തീർന്നു കഴിയുമ്പോൾ അവൻ ടയർഡാകുമ്പോൾ കുറെ കുറവ്. ആദ്യം തന്നെ എനർജിയുള്ള ഭക്ഷണം നമ്മൾ ചുരുക്കുക. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഗ്ലൂക്കോസ്, ഷുഗർ ഉള്ള ഭക്ഷണം 90% ഭക്ഷണത്തിലും ഗ്ലൂക്കോസാണ് ഉള്ളത്. അത് ചോക്ലേറ്റുകളുടെ യുഗമാണ് ഇപ്പം ഇന്ന്. ഐസ്ക്രീം, ചോക്ലേറ്റ്, ബേക്കറി ഫുഡ്, ഇതൊക്കെ കുട്ടികളെ ഇങ്ങനെ തീറ്റിച്ച് കഴിഞ്ഞിട്ട് അവരുടെ എനർജി കൂടുകയാണ് ചെയ്യണത്. അപ്പം അവർക്ക് ഇതേപോലത്തെ പ്രവണത കൂടുകയാണ് ചെയ്യണത്. അതേപോലെ തന്നെ ചില ക്രോണിക് അക്യൂട്ട് ഡിസീസിൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ചും വൈറൽ ഫീവറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ചില കുട്ടികളിൽ ADHDയുടെ സ്വഭാവം കാണിക്കുക, അവർ ആ തരത്തിലായി മാറുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു സാർ, ഒരു പുതിയ അറിവാണ്. ഇനി ആർക്കെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനോ സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്യാം. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. നേരിട്ട് ചോദിക്കുന്നതിന് ഹാൻഡ് റൈസ് ചെയ്യാം. ഡോക്ടർ ധനേഷ് ഉണ്ടല്ലോ, ധനേഷിന്റെ എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞു. എന്തായാലും ശ്രീധരക്കുറുപ്പ് സാറിനെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ സാറ് ആകപ്പാടെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഒരു 11:30 വരെ നമ്മൾക്ക് പല ആൾക്കാരെ വിളിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ എങ്ങനെ സാറിനെ ശല്യം ചെയ്യുമെന്ന് കരുതി അങ്ങനെ എന്തായാലും സാറിനെ ഒന്ന് വിളിക്കാം. അങ്ങനെയാണ് സാറിനെ വിളിച്ചത്. പക്ഷെ സാറ് ഒരു ഗംഭീര വിഷയം തന്നെ എടുത്താണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് തുടർച്ചയായിട്ട് പല സെഷനുകൾ നമുക്ക് നടത്താവുന്ന ഒരു സെഷൻ തന്നെയാണ് കുട്ടികളുടെ ഈ പ്രശ്നങ്ങൾ. നമ്മൾ പലപ്പോഴും ഓട്ടിസവും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം സാറ് ഈ പ്രസന്റ് ചെയ്തപ്പോൾ സാറ് ഈ നല്ല സ്മാർട്ടായിട്ട് ഒരു രോഗത്തിന്റെ ഒരു ലക്ഷണവും, അതാണ് ഈ ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത. സാറ് അതിലോട്ട് കൈവെക്കുമ്പോഴത്തേക്ക് സാറ് വളരെ ആക്റ്റീവായിട്ട് മാറും. അത് വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നേട്ടമാണ്. അപ്പോൾ ഇന്ന് സാറിനോടൊപ്പം തന്നെ നല്ലൊരു വളരെ ഹോമിയോപ്പതി ചികിത്സാ അനുഭവമുള്ള പീതാംബരൻ ഡോക്ടറുടെ വന്നു. അപ്പം സാറ് ഇന്നിപ്പോൾ അത് അൺമ്യൂട്ട് ചെയ്യാനൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഈ പീതാംബരൻ സാറിൻ്റെയും ഇതുപോലുള്ള അറിവുകൾ പങ്കുവെക്കുന്ന ഒരു അവസരത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ സെഷനിൽ അറിവുകൾ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ കൂടുതൽ പങ്കുവച്ചിട്ടുള്ള ഒരാൾ ശ്രീധരപ്രഭു സാർ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള അറിവുകളാണ് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ അസറ്റ്. അപ്പോൾ ഇന്നിപ്പം ഈ കുട്ടികളുടെ ചികിത്സയിൽ കൈവെക്കാത്ത ഒരു ഹോമിയോപ്പതി ഡോക്ടർമാരും ഈ കൂട്ടത്തിൽ കാണത്തില്ല. കുട്ടികൾ ആണ് ആദ്യം ഹോമിയോപ്പതി പണ്ട് അറിയപ്പെട്ടിരുന്ന തന്നെ കുട്ടികളുടെ ചികിത്സ എന്നായിരുന്നു. പക്ഷെ ഇന്നിപ്പം ആ ലെവല് മാറി കുട്ടികൾ കൂടുതലും പീഡിയാട്രിഷ്യന്മാരെടുത്തും അതിനുശേഷമുള്ളവരും നമ്മളെടുത്തും എന്നൊരവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വൻ വിജയമാക്കി പഴയ രീതിയിലും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇന്നിപ്പോൾ എല്ലായിടവും ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഒരു കുട്ടിക്കൊരു ആൾക്കാർ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റിലോട്ട് പോകുന്ന ഒരു രീതി കാണുന്നുണ്ട്. അത് സാധാരണക്കാർക്ക് പോലും അറിയാം. ഇപ്പം നാട്ടിൻപുറത്ത് തന്നെ എല്ലാവരും ഒരു ചൊറിച്ചിലുണ്ടായ ഇത് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണണം. കണ്ണിലൊരു മണ്ണ് വീണാൽ പോലും ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകണം. ചെവിയുടെ അകത്ത് ഒരു പ്രാണി കയറിയാൽ എന്നൊരു തോന്നലുണ്ടായാൽ പോലും ഉടനെ തന്നെ, അല്ലെങ്കിൽ ഒരു ചെവിയുടെ അകത്ത് ഒരു ഒച്ചയടപ്പ് വന്നാൽ തന്നെ
ENT എടുത്ത് പോകണം, ഇങ്ങനെ ഒരു ധാരണ മനസ്സിലായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ തിരിച്ച് നമ്മളിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മളെല്ലാവരും നല്ല ശക്തമായ രീതിയിലുള്ള അറിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. ഈ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മളൊക്കെ ഓരോ കേസും ചികിത്സിച്ചാണ് അനുഭവങ്ങൾ നേടിയതെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് നേരിട്ട് പറഞ്ഞു തരാൻ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ആ അറിവുകൾ പരമാവധി യൂസ് ചെയ്താൽ ഹോമിയോപ്പതി വളരുക തന്നെ ചെയ്യും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വാർഷികം വരികയാണ്, 5ാമത് വാർഷികമാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ഇന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി നമ്മുടെ ഉദ്ഘാടകനായി എത്തുകയാണ്. നമുക്ക് ഇതുവരെ നടക്കാത്ത ഒരു കാര്യമാണ്. കേന്ദ്ര ആയുഷ് മന്ത്രിയെ നമുക്ക് ഉദ്ഘാടകനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിനെ നല്ല പൊലിമയും നല്ല ഒരു താളവും ലയവും ഒക്കെ നൽകാൻ ഓരോ ഹോമിയോപ്പതി ഡോക്ടർമാരും ബാധ്യസ്ഥരാണ്. കാരണം ആയുഷ് വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ ഹോമിയോപ്പതിയുടെ സംരക്ഷണത്തിനുണ്ട്. അപ്പം അത് പരമാവധി ഇപ്പോഴത് കൂടുതലും ആയുർവേദത്തിലോട്ടാണ് പോകുന്നത് എങ്കിലും നമുക്ക് ഹോമിയോപ്പതിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഇതൊക്കെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനും അതുവഴി ഹോമിയോപ്പതി വളർത്താനും നമ്മുടെ IFBHന്റെ ലക്ഷ്യങ്ങളായ പൊതുജനങ്ങളിൽ ഹോമിയോപ്പതിയെ കുറിച്ച് നല്ലൊരു അവബോധം സൃഷ്ടിക്കുന്നതിനും നമുക്ക് ഈ സെമിനാറിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സാമ്പത്തിക സഹായവും, അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മൾ നടത്തുന്നത് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഹോട്ടലുകളിലൊന്നായ താജ് ഗ്രൂപ്പിന്റെ ഹോട്ടലിലാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് വളരെ കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് മെഡിക്കൽ കമ്പനികളുടെ ഒന്നും സപ്പോർട്ടില്ല. ഒരൊറ്റ കമ്പനി പോലും ഇതുവരെ നമ്മളെ കാര്യമായിട്ട്, കാരണം മറ്റ് സംഘടനകളിലോട്ടാണ് അവിടെ ഡോക്ടർമാരുടെ എണ്ണം കൂടുതലുള്ളത്, അവർ എണ്ണം നോക്കിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങോട്ടാണ് കൂടുതൽ അത് പോകുന്നത്. അപ്പം അത് തിരിച്ച് നമ്മളിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് കാശ് മുടക്കി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിലുള്ള എല്ലാവരും നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് അത് ചെയ്യണം. ഒരു കുട്ടിയെ നമുക്ക് നമ്മുടെ ഭാവി തലമുറയിലെ കുട്ടികളുടെ ആത്മവിശ്വാസം നടത്തുന്നതിന് വേണ്ടി അവരെ സ്പോൺസർ ചെയ്യാൻ ഓരോരുത്തരും വരാൻ പറ്റാത്തവരെല്ലാവരും നിങ്ങൾ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുക. അപ്പോൾ അവർ നമ്മൾ കുട്ടികളെ കണ്ടുപിടിക്കാനായിട്ട് പ്രിൻസിപ്പൽമാർക്ക് കത്ത് കൊടുക്കാൻ ഇന്ന് തന്നെ തീരുമാനമായിട്ടുണ്ട്. അതുവഴി നിങ്ങളുടെ പേരിൽ ഒരു കുട്ടിയെ നമുക്ക് അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റും. അതുവഴി ആ കുട്ടിക്ക് ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഇങ്ങനെയുള്ള വമ്പൻ പരിപാടികൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം വളരുകയും അത് ഹോമിയോപ്പതി പഠിക്കാൻ അവരെ കൂടുതൽ പ്രേരിപ്പിക്കുകയും അതുവഴി ഭാവിയിൽ ഹോമിയോപ്പതി വളർത്തുന്നതിനും നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ എല്ലാവരുടെയും മക്കൾ ഹോമിയോപ്പതി പഠിക്കണമെന്നില്ല, പക്ഷെ എല്ലാവരും ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായ തീരുമാനങ്ങളുണ്ട്, സ്വന്തമായ വഴികളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഓരോ വഴിയിൽ നിന്നും മാറി മാറി പോകാറുണ്ട്. അപ്പം അവിടെയൊന്നും പിടിച്ച് നമുക്ക് ബലമായിട്ട് നീ ഹോമിയോപ്പതി തന്നെ പഠിക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഹോമിയോപ്പതിയിൽ വന്നുപെട്ട കുറേ നല്ല കുട്ടികളുണ്ട്. അവരെ വളർത്തുന്നതിന് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളെല്ലാം നേടിയിരിക്കുന്നത് ഈ ഹോമിയോപ്പതി എന്ന ഈ ചികിത്സ കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ എല്ലാവരും തയ്യാറാവണം. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു പേര് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്കൊണ്ട് ചെയ്യാവുന്ന കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോമിയോപ്പതി വളർത്താൻ പറ്റും. പിന്നെ ഇപ്പം ശ്രീധരക്കുറുപ്പ് സാറ് തന്നെയാണെങ്കിൽ സാറിൻ്റെ പ്രായവും ആരോഗ്യവും ഒന്നും നോക്കിയല്ല, ഞാൻ ഇനി എന്തു വന്നാലും ഞാൻ പഠിച്ചത് പരമാവധി അറിവുകളും എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും കൊടുക്കും എന്ന ആ സാറിൻ്റെ ആ മനോഭാവം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ IFBHലെ ഓരോരുത്തരുടെയും മനോഭാവം. ആ സാറ് തന്നെ അത് എപ്പോഴും പറയാറുണ്ട്. എന്നെയൊക്കെ വിളിച്ച് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മളെ പിന്നെയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരണ തന്നെയാണ് ഈ ശ്രീധരക്കുറുപ്പ് സാറിനെ പോലുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാറിന് ഇപ്പോൾ നേരിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സാറിൻ്റെ സാറിപ്പോൾ ബോംബെയിലാണുള്ളത്. സാർ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരുന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. മറ്റുള്ള ആരുടെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് സാറിന് എല്ലായിടത്തും പോകാനും. മക്കളും കൊണ്ടുപോകാറുണ്ട്, അവർ സാറിനെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാറുണ്ട്. എന്നാലും അറിവിൻ്റെ ഒരു മഹാ അത്ഭുതം അല്ലെങ്കിൽ സംവിധാനം തന്നെയാണ് സാർ.
അപ്പോൾ എന്തായാലും സാർ ഈ വേദിയിൽ വന്ന് ഇത്രയും നല്ല അറിവുകൾ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് പങ്കുവച്ചതിലും ഇതിൻ്റെ രണ്ടാം ഭാഗം സാറിൻ്റെ സൗകര്യത്തിന് നമുക്ക് വീണ്ടും ചെയ്യാവുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും IFPSന്റെ പേരിലും നന്ദി കൂടെ രേഖപ്പെടുത്തുകയാണ്. പറയാമോ ഡോക്ടറിലോട്ട്? നന്ദി ദിനേഷ് ഡോക്ടർ. ഇങ്ങനെ ഇത് കേട്ടോണ്ടിരുന്ന 10-30 പേരുണ്ടായിരുന്നെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി ഇതുപോലെ ആളെ കിട്ടാതെ വരുന്ന സമയത്ത് ബാക്കി പീതാംബരൻ ഡോക്ടർ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു? കുറുപ്പ് സാറിനെ എപ്പോഴും വിളിക്കണം, എങ്കിലേ സാറും കുറച്ചും കൂടെ ഉത്സാഹം കൂട്ടി വരുവുള്ളൂ. പീതാംബരൻ സാർ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു? ഈ നമ്മളുടെ വാർഷികത്തിന് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കാസർഗോഡ് നിന്നാണ് വരേണ്ടത്. എൻ്റെ ട്രെയിൻ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ പൈസ അടച്ചിട്ടില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയിട്ട് കൺഫേംഡ് ടിക്കറ്റ് ആയാലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ 4-5 ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. സമയമുണ്ടല്ലോ സാറേ, 2 ആഴ്ച സമയമുണ്ട്. അത് വെയിറ്റിംഗ് ലിസ്റ്റിലോട്ട് തിരിച്ച് കയറി വരും. സാറിന്റെ ഇപ്പോഴത്തെ നമ്പർ എത്രയാ? 4-5 ആണ്. അത് ഉറപ്പായിട്ടും സാറിന് ടിക്കറ്റ് കിട്ടും. അല്ല, ഞാൻ ഉറപ്പായിട്ട് ഇത് ബുക്ക് ചെയ്താ പോരെ, പൈസ അടച്ചാ പോരെ? സാറേ, സാറ് ധൈര്യമായിട്ട് നടക്കുന്നു. ഞാനൊരു കാര്യം പറയാം. അതായത് എക്സ്പ്രസ് ഉണ്ട്, വെളുപ്പിന് 4-4:30 എങ്ങാണ്ട് മംഗലാപുരത്ത് നിന്ന് വരുന്നത്. 5:30 ആകുമ്പോ ഇവിടെ ഇരുന്ന് പോരാൻ ബുദ്ധിമുട്ടാണ് സാറേ. ഇരുന്ന് പോരാൻ ബുദ്ധിമുട്ടാണ്. പഴയ കാലമല്ല സാറേ, ഇപ്പോഴേ ഈ ബംഗാളികളുടെ അതിപ്രസരം ഉള്ളത് കൊണ്ട് ഒരു ട്രെയിനിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ജനറൽ കമ്പാർട്ട്മെന്റിലും ഒന്നും കയറി പോരാൻ പറ്റില്ല. ജനറൽ കമ്പാർട്ട്മെന്റിലല്ല, അൺറിസർവ്ഡ് ക്ലോസിൽ ഇപ്പൊ സ്ലീപ്പറിൽ തന്നെ പോരാൻ പറ്റൂല. അതിലൊക്കെ കുറെ ആളുകൾ ഇരച്ചു കയറുകയാണ് ചെയ്യുക. എന്റെ വീട് എറണാകുളത്താണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യാറുള്ളതാണ്. പക്ഷെ ഈ റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റൂല. ബുക്ക് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ പണം അടക്കാതെ ഇരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ വന്നിട്ടും ഇത് ചെയ്യാൻ പറ്റില്ലേ? ടിക്കറ്റ് കിട്ടിയ ഉടനെ ആയാലും വരും. നമ്മൾ കഴിയുന്നതും അഡ്വാൻസ് ആയിട്ട് എല്ലാവരും പേ ചെയ്യുക എന്നുള്ള അതെ, ഇതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മളുടെ ഹോമിയോപ്പതി വളർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ എമൗണ്ട് അല്ല കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും തന്നെ ആദ്യം തന്നെ 5000-10,000 ഒക്കെ വെച്ച് ഓരോരുത്തരും ഡൊണേറ്റ് ചെയ്താണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. ഇതിന്റെ ഘട്ടങ്ങളിൽ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഇതിന്റെ 1000 ദിന പരിപാടി തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ ഞങ്ങളൊരു 10-40 പേര് അപ്പം തന്നെ ഒരു 10,000 വെച്ചങ്ങ് എടുത്ത് 4 ലക്ഷം രൂപ തയ്യാറാക്കി ഒരു 2 ദിവസം. ആ തുക കൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ഒരു ഫിക്സഡ് റേറ്റ് വെക്കുകയും ചെയ്തു. കാരണം നമ്മൾ ഈ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചാൽ അത് നടത്തുന്നതിന് നമ്മൾ ഉണ്ടാക്കിയതിന്റെ ഒരു ഭാഗം അതിനായിട്ടൊക്കെ മാറ്റും. അതെല്ലാവരും ഒരേ മനസ്സുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് പിടിച്ചു പറയോ അങ്ങനെയുള്ള യാതൊരു അതൊന്നുമല്ല പ്രശ്നം. ഇത് എനിക്ക് അവിടെ എത്താൻ പറ്റണ്ടേ? എത്താൻ പറ്റിയില്ലെങ്കിലും സാറിന് അതൊരു സംഭാവന പോലെ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരാൾ വരുന്നില്ല എന്ന് ഇപ്പൊ നമ്മുടെ ബുക്ക് ചെയ്ത ചില ആൾക്കാർക്ക് വരാൻ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞങ്ങൾ ഉടനെ ഒരു കുട്ടിയെ കണ്ടുപിടിക്കും. നമ്മളിപ്പം ഓൾറെഡി കോളേജുകൾക്ക് ഇന്ന് ഇൻറ്റിമേഷൻ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ കുറിച്ച് ഇന്ന കോളേജിൽ നിന്ന് പടിയാർ കോളേജിൽ നിന്ന് 8 പേര്, ഇവിടെ ആതുരാശ്രമം കോളേജിൽ 5 പേര്, ട്രിവാൻഡ്രം കോളേജുകളിൽ നിന്ന് 2 പേര് വീതവും, പിന്നെ കോഴിക്കോട് കോളേജിൽ നിന്ന് 3 പേരും, അങ്ങനെയൊക്കെ കുട്ടികളെ വിടാനായിട്ട് അവർക്ക് റിക്വസ്റ്റ്. കാരണം അവർക്ക് പ്രവേശനത്തിനുള്ള കാശ് നമ്മൾ കൊടുക്കുകയാണ്. ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, അതിന് ഓരോരുത്തർ അത് സ്പോൺസർ ചെയ്യാനായിട്ട് ഓരോ ഡോക്ടർമാർ വന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ അങ്ങനെയുള്ളവർക്ക് കൂടെ ഒരു അവസരം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ധൈര്യമായിട്ട് സാറ് ചെയ്തോളൂ, സാറ് വന്നിരിക്കും. കാരണം സാറിൻ്റെ ആ മനസ്സിലെ ആഗ്രഹം ഉണ്ടല്ലോ, എനിക്ക് വരണം എന്നുള്ളൊരാഗ്രഹം, അത് നടന്നിരിക്കും. ആദ്യം ആഗ്രഹിക്കുകയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചേക്കണത്. അത് തന്നെ, സാർ ഉറപ്പായിട്ടും വന്നിരിക്കും. സാറിന് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, സാറിപ്പോ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പൈസ അടച്ചാൽ സാറിന് ഒരു പക്ഷെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പൈസ ഏതെങ്കിലും കുട്ടികൾക്ക് സ്പോൺസർ ചെയ്യാൻ സാറ് പറഞ്ഞാൽ മതി, അങ്ങനെ ചെയ്യും.
അപ്പൊ നമുക്കൊരു സപ്പോർട്ടും ആവും. അതുകൊണ്ട് പറഞ്ഞതാ, സാറിന് വരാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇൻ കേസ് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്ത പൈസ വേസ്റ്റ് ആവത്തില്ല. അത് ഏതെങ്കിലും കുട്ടികൾക്ക് നമ്മൾ സ്പോൺസർഷിപ്പ് ആയിട്ട് കൊടുക്കും. ഓക്കെ സാർ. ഏതായാലും നമ്മുടെ ഇന്നത്തെ വെബിനാർ വളരെ നല്ല രീതിയിൽ നടത്തി പിന്നെ അറിവും അനുഭവങ്ങളും മടിയില്ലാതെ നമുക്ക് പകർന്നു തന്ന ശ്രീധരക്കുറുപ്പ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും അടുത്ത ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയും ചെയ്യാണ്. ഈ ക്ലാസ്സിൽ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി വന്ന പീതാംബരൻ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ധനേഷ് ഡോക്ടർക്കും ഷഫീഖ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. 1842 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.